ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന ഒരു സെക്ഷൻസിൽ യൂണിറ്റ്സിനെ പറ്റിയിട്ടാണ്. നമുക്ക് ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ലെങ്ത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, മാസ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, അതേപോലെ തന്നെ ഏരിയ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, വെലോസിറ്റി ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അങ്ങനെ പലതരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ആസ് എൻ എൻജിനീയർ അല്ലെങ്കിൽ ആസ് എ നമ്മളെ സയൻസ് സ്റ്റുഡൻറ്റ്, അപ്പോൾ ഇങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ തന്നെ നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ആളാണ് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ അളവ് നമ്മൾ മെഷർ ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയുടെ ബേസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെഷർമെൻ്റ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം, അതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടേംസിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മെഷർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സഡ് ക്വാണ്ടിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിനെ നമുക്ക് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഏതാണോ ആ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയെ പറയുന്ന പേരാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ആളിനെ മെഷർ ചെയ്യണം, ലെങ്ത്ത് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലെങ്ത്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലെങ്ത്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഈ യൂണിറ്റ്സ് രണ്ട് രീതിയിലാണ് യൂണിറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഫണ്ടമെൻ്റൽ യൂണിറ്റും അതേപോലെ തന്നെ ഡിറൈവ്ഡ് യൂണിറ്റും. ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്, ഇങ്ങനെ രണ്ട് രീതിയിലാണ് യൂണിറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള മൂന്ന് ആളുകൾ, ഒന്ന് ലെങ്ത്, മാസ്, ടൈം. ഈ മൂന്ന് ആളുകളെയാണ് നമ്മൾ ബേസിക് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, അതല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ വരുന്ന മൂന്നാളാണ്, ഒന്ന് ലെങ്ത്, അതേപോലെ തന്നെ മാസ്, ടൈം. ഈ മൂന്നാളുകളാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ വരുന്നത്. ഇനി ഇതല്ലാതെ ഈ മൂന്ന് ആളുകളിൽ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുന്ന മറ്റുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റികളെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഈ മൂന്നിൽ പെടാത്ത ബാക്കിയുള്ള ആളുകളൊക്കെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ, ഇനി ഇതിനൊരു എക്സംഷൻ ഉണ്ട്, അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ നിന്നും നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകളെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് എക്സാമ്പിളാണ് ഏരിയ, അതേപോലെ തന്നെ വെലോസിറ്റി, പ്രഷർ, ഫോഴ്സ്, ആക്സിലറേഷൻ. ഇങ്ങനെയുള്ള ഇതിൻ്റെ ബാക്കിയുള്ള ക്വാണ്ടിറ്റീസിനൊക്കെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സിസ്റ്റംസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് എന്ന് നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത് 4 ടൈപ്പ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് ആണ് നമുക്ക് ഇപ്പോൾ നിലവിലുള്ളത്. ഒന്ന് FPS സിസ്റ്റം അല്ലെങ്കിൽ ബ്രിട്ടീഷ് സിസ്റ്റം എന്ന് പറയും. ഇനി രണ്ടെണ്ണം മെട്രിക് സിസ്റ്റമാണ്. ഒന്ന് CGS സിസ്റ്റവും അതേപോലെ തന്നെ MKS സിസ്റ്റം. CGS സിസ്റ്റം ആൻഡ് MKS സിസ്റ്റം, ഇത് രണ്ടും മെട്രിക് സിസ്റ്റം അല്ലെങ്കിൽ മെട്രിക് യൂണിറ്റ്സിനെയാണ് നമ്മൾ CGS ആൻഡ് MKS എന്ന് പറയുന്നത്. നാലാമത്തതാണ് ഇന്റർനാഷണൽ യൂണിറ്റ് അല്ലെങ്കിൽ SI യൂണിറ്റ്. SI അല്ലെങ്കിൽ സിസ്റ്റം ഡി ഇന്റർനാഷണൽ എന്നുള്ളതിൻ്റെതാണ് SI എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് ആണ് നമുക്ക് ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ സിസ്റ്റം ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് ആണ് എല്ലാ സ്ഥലത്തും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളതും നമ്മൾ ഫോളോ ചെയ്യേണ്ടതും SI സിസ്റ്റംസ് യൂണിറ്റ് ആണ്. പക്ഷേ ഇപ്പോഴും നിലവിൽ FPSും CGSും MKSും ഒക്കെ പല സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിന് ഒരു എക്സംഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഈ മൂന്ന് ആളുകളാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു. ഈ മൂന്ന് ആളുകളുടെ യൂണിറ്റ് ഡിഫൈൻ ചെയ്തിട്ടുള്ള ആളിനെയാണ് നമ്മൾ FPS സിസ്റ്റത്തിലും CGS സിസ്റ്റത്തിലും MKS സിസ്റ്റത്തിലും എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് മൂന്നിലെയും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഈ മൂന്ന് ആളുകൾ തന്നെയാണ്. പക്ഷേ SI സിസ്റ്റത്തിൽ ഇതല്ലാതെ മറ്റ് 4 പേരും കൂടെ മൊത്തം 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് SI സിസ്റ്റത്തിനകത്തുണ്ട്.
ക്ലിയർ. അപ്പോൾ SI സിസ്റ്റത്തിനകത്ത് മാത്രം 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും FPS, CGS, MK സിസ്റ്റത്തിനകത്ത് 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസുമാണുള്ളത്. ബാക്കിയുള്ളതെല്ലാം നമ്മളുടെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ക്ലിയർ. ഇനി നമുക്ക് ഈ ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഈ 3 സിസ്റ്റത്തിനകത്തും അല്ലെങ്കിൽ ഈ 4 സിസ്റ്റത്തിനകത്തും ഓരോ പലം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് എന്താണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ FPS സിസ്റ്റം എടുക്കുകയാണ്. FPS സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് സിസ്റ്റമാണ്. FPS ബ്രിട്ടീഷ് സിസ്റ്റമാണ് FPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. FPSന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഫൂട്ട് പൗണ്ട് സെക്കൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, ലെങ്ത്, മാസ്, ടൈം. ഈ 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൻ്റെയും യൂണിറ്റ് ആണ് ഇതിന് FPS എന്ന് പറയുന്നത് നെയിമിൽ വരുന്നത്. അതായത് ലെങ്ത്തിൻ്റെ യൂണിറ്റ് ഈ സിസ്റ്റത്തിനകത്ത് നമ്മൾ മെഷർ ചെയ്യുന്നത് ഫൂട്ടിലാണ്. നമ്മളിപ്പോഴും ഫൂട്ടിൽ ചില സ്ഥലത്ത് ലെങ്ത് പറയാറുണ്ട്. അത് FPS സിസ്റ്റമാണ്. പൗണ്ട് എന്ന് പറയുന്നത് മാസിൻ്റെ യൂണിറ്റ് ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ടൈമിൻ്റെ യൂണിറ്റ് ആണ്. ഇതാണ് FPS സിസ്റ്റത്തിനകത്തുള്ള 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് CGS സിസ്റ്റം. CGS സിസ്റ്റത്തിനകത്ത് C മീൻസ് സെൻറ്റിമീറ്റർ, ലെങ്ത് നമ്മൾ പറയുന്നത് സെൻറ്റിമീറ്ററിലാണ്. G പറയുന്നത് ഗ്രാമിലാണ്, ഐ മീൻ മാസ് പറയുന്നത് നമ്മൾ ഗ്രാമിലാണ്. ടൈം പറയുന്നത് അഗെയിൻ സെക്കൻഡ് തന്നെയാണ്. ടൈം കോമൺ ആണ്. ക്ലിയർ. ടൈം എല്ലായിടത്തും സെക്കൻഡ് ആണ്. എല്ലാ സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സിനകത്തും ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് തന്നെയാണ്. പക്ഷേ ലെങ്ത്തും മാസും അങ്ങോട്ട് മാറുന്നുണ്ട്. അപ്പോൾ CGS സിസ്റ്റത്തിനകത്ത് മാസ് പറയുന്നത് ഗ്രാമിലും ലെങ്ത് പറയുന്നത് സെൻറ്റിമീറ്ററിലും. സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് എന്നുള്ളതാണ് CGS സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ് MKS സിസ്റ്റം. MKS സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മീറ്ററിലും, മാസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കിലോഗ്രാമിലും, ടൈം ചെയ്യുന്നത് സെക്കൻഡിലും ആണെങ്കിൽ ഇതിനെയാണ് നമ്മൾ MKS സിസ്റ്റം എന്ന് പറയുന്നത്. മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. നമ്മൾ FPSൽ ഫൂട്ട് പൗണ്ട് സെക്കൻഡ്, CGSൽ സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ്, MKSൽ മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. അപ്പോൾ ഇത്രയും ഡിഫറൻസ് ആണ് ഇത് മൂന്നും തമ്മിലുള്ളത്. ഇനി നാലാമത്തത് SI സിസ്റ്റമാണ്. SI സിസ്റ്റം എന്ന് പറയുന്നത് ആക്ച്വലി MKS സിസ്റ്റത്തിൻ്റെ മോഡിഫിക്കേഷനാണ്. ഇവിടെയും നമ്മൾ MKS സിസ്റ്റത്തിൻ്റെ അതേ യൂണിറ്റാണ് ആർക്കൊക്കെ പറയുന്നത്, ഈ 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ പറയുന്നത്. മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള 4 ആളെന്ന് പറയുന്നത് ഒന്ന് ടെമ്പറേച്ചറാണ്, പിന്നെ കറണ്ട്, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇതാണ് മറ്റ് 4 SI സിസ്റ്റത്തിനകത്തുള്ള ക്വാണ്ടിറ്റീസ്. ഈ 4 ക്വാണ്ടിറ്റീസ് ബാക്കിയുള്ളതിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ SI സിസ്റ്റത്തിലുള്ള ബാക്കി 4 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് കെൽവിനിലാണ്. അടുത്ത എക്സ്ട്രാ വരുന്ന ഒരാളെന്ന് പറയുന്നത് കറണ്ടാണ്. ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യുന്നത് ആംപിയറിലാണ്. പിന്നെ വരുന്നത് ലുമിനസ് ഇൻറ്റൻസിറ്റിയാണ്, അത് മെഷർ ചെയ്യുന്നത് കാൻഡിലയിലാണ്. ദെൻ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അത് മെഷർ ചെയ്യുന്നത് മോളിലാണ്. ഇങ്ങനെ ഈ 4 ആളുകളാണ് SI സിസ്റ്റത്തിൽ മറ്റ് സിസ്റ്റത്തിൽ നിന്നും എക്സ്ട്രാ വരുന്ന 4 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ക്ലിയർ. ഇനി ഇതേ യൂണിറ്റുകൾ നമ്മൾ പുറത്ത് ഇപ്പുറത്തെ FPS സിസ്റ്റത്തിലും CGS സിസ്റ്റത്തിലും MKS സിസ്റ്റത്തിലും എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോർമലി കെൽവിനിലല്ല നമ്മളിപ്പോൾ ടെമ്പറേച്ചർ പറയാറുള്ളത്. നമ്മൾ ടെമ്പറേച്ചർ കെൽവിനിൽ മാത്രമല്ല പറയുന്നത്. നമ്മൾ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസിലൊക്കെ മോസ്റ്റ് പ്രോബ്ലി കെൽവിനാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഇപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ നമ്മൾ പറയുന്നത് ഡിഗ്രി സെൽഷ്യസിലാണ്. 34 ഡിഗ്രി സെൽഷ്യസ്, 50 ഡിഗ്രി സെൽഷ്യസ്. ആ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് മെട്രിക് യൂണിറ്റ് ആണ്. നമ്മൾ ഏതായിരുന്നു മെട്രിക് യൂണിറ്റ് പറഞ്ഞത്? CGSും MKSും മെട്രിക് യൂണിറ്റ് ആണ്. അപ്പോൾ CGSലും MKSലും ടെമ്പറേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് പറയുന്നത് ഒരു മെട്രിക് സിസ്റ്റമാണ്. ഇനി നമുക്ക് പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ടെമ്പറേച്ചർ പറയുന്നത് ഫാരൻഹീറ്റിലാണ്. അവിടെ നമ്മൾ ഫാരൻഹീറ്റിലാണ് ടെമ്പറേച്ചർ പറയുന്നത്. ആ ഫാരൻഹീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് FPS സിസ്റ്റത്തിലാണ്. അപ്പോൾ ടെമ്പറേച്ചർ 3 യൂണിറ്റുകളിൽ ഒന്ന് FPS സിസ്റ്റത്തിൽ നമ്മൾ ഫാരൻഹീറ്റ് പറയും, മെട്രിക് സിസ്റ്റത്തിനകത്ത് നമ്മൾ ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് പറയും, SI സിസ്റ്റത്തിനകത്ത് കെൽവിൻ എന്ന് പറയും. ഇനി കറണ്ട് മെഷർ ചെയ്യുന്നത് എല്ലായിടത്തും ഒരേ ടേം തന്നെയാണ്, ഒരേ ക്വാണ്ടിറ്റി തന്നെയാണ്, ആംപിയർ. ലുമിനസ് ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്നതും ഒരേ ക്വാണ്ടിറ്റി തന്നെയാണ്, കാൻഡില. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസും ഒരേപോലെ തന്നെയാണ്, മോൾ. ഓക്കെ. അപ്പോൾ ടെമ്പറേച്ചറാണ് ഡിഫറൻസ് വരുന്നത്. ഇനി ഇതേപോലെ മറ്റ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും ഉണ്ട്. നമുക്കിത് മാത്രമല്ല ഉള്ളത്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ആ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റിലും ഓരോ സിസ്റ്റത്തിനകത്തും ഓരോന്നാണ്. 1, 2, 3 എക്സാമ്പിളുകൾ മാത്രം ഞാൻ പറയാം. എല്ലാം കൂടെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത് കൂടിപ്പോവും. അതുകൊണ്ട് നമ്മൾ 1, 2, 3 എക്സാമ്പിളുകൾ പറഞ്ഞിട്ട് ബാക്കി നമ്മൾ നോട്ട്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് തരാം. ഓക്കെ. ദെൻ
ഒന്ന് രണ്ട് മൂന്ന് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് നമ്മളുടെ ഫോഴ്സ് ആണ്. ഒന്ന് ഫോഴ്സ് FPS യൂണിറ്റിൽ വരുന്നത് പൗണ്ടാണ്. അതേപോലെ തന്നെ CGS യൂണിറ്റിൽ ഡൈനാണ്. ഇത് പലപ്പോഴും ചോദിക്കുന്ന ഒരു യൂണിറ്റാണ്, ഡൈൻ എന്തിൻ്റെ യൂണിറ്റാണെന്നുള്ളത്. CGS സിസ്റ്റത്തിനകത്ത് നമ്മൾ ഫോഴ്സ് പറയുന്നത് ഡൈനിലാണ്. ഇനി MK സിസ്റ്റത്തിനകത്ത് നമ്മൾ പറയുന്നത് കിലോഗ്രാം ഫോഴ്സിലാണ് നമ്മളവിടെ ഫോഴ്സ് പറയുന്നത്. SA സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ആ ഫോഴ്സ് പറയുന്നത് ന്യൂട്ടണിലാണ്. ക്ലിയർ? ഇനി നമ്മൾ ഇതേപോലെ തന്നെ മറ്റൊരു സാധനമാണ് എനർജി എന്ന് പറയുന്നത്. എനർജി മെഷർ ചെയ്യുന്നത് ഇതിൻ്റെ തന്നെ എക്സ്ട്രാ, അതായത് നമ്മൾ ഫൂട്ട്, പൗണ്ട്, ഗ്രാം, സെൻറ്റിമീറ്റർ, കിലോഗ്രാം, മീറ്റർ, ജൂള്. ക്ലിയർ? ഇത് നമ്മൾ എനർജിയുടെ യൂണിറ്റ് ആണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹീറ്റാണ്. ഹീറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് FPS സിസ്റ്റത്തിനകത്ത് വരുന്നത് ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റിലാണ് നമ്മൾ ഹീറ്റ് പറയാം. എന്നാൽ CGS സിസ്റ്റത്തിനകത്ത് നമ്മൾ പറയുന്നതാണ് കാലോറി. ബട്ട് MK സിസ്റ്റത്തിനകത്തും SA സിസ്റ്റത്തിനകത്തും നമ്മൾ പറയുന്നത് ജൂളിലാണ്. ക്ലിയർ? അപ്പോൾ ഇതാണ് ഹീറ്റിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഈ ഒരു സാധനം രണ്ടും പ്രധാനപ്പെട്ട ഒന്ന് ഡൈനും കലോറിയാണ് രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ. ഈ ഡൈനും കലോറിയും പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് പല എക്സാമുകൾക്ക്. അപ്പോൾ അതൊന്നും ഓർത്തിരിക്കുക. അപ്പോൾ ഇതേപോലെ കുറച്ച് എല്ലാ ക്വാണ്ടിറ്റീസിനും ഓരോ സിസ്റ്റത്തിനകത്തും പലതരം ഡിഫറൻസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോട്ട്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചില യൂണിറ്റുകൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ യൂണിറ്റുകളും വലിയ യൂണിറ്റുകളും വേണ്ടി വരും. അതായത് നമ്മൾ മൾട്ടിപ്ലയർ എന്ന് പറയും. ഇത് കിലോ, മെഗാ, ടെറ, ജിഗ, നാനോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ 10ൻ്റെ മൾട്ടിപ്ലയർ ആയിട്ടുള്ള അത്തരം കാര്യങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ് 10ൻ്റെ മൾട്ടിപ്ലയർ ആയിട്ട് വരുന്ന അത്തരം ഒരു ടേബിൾ ഉണ്ട്. അതായത് 10⁻12, ഏറ്റവും ഹയർ വാല്യൂ 10⁻12 എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 10⁻12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ ടെറ എന്ന് പറയാം. ഇനി 10⁻9 ജിഗാബൈറ്റ് എന്നൊക്കെ നിങ്ങൾ നോർമലി ഈ മെമ്മറിയുടെ കാര്യത്തിലൊക്കെ പറയുന്നു. 90 GB ജിഗാബൈറ്റ്, റൈറ്റ്? അതാണ് 10⁻9നെയാണ് നമ്മൾ ജിഗ എന്ന് പറയുന്നത്. 10⁻6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഗാ എന്ന് പറയും. 10⁻3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോ എന്ന് പറയും. 10⁻2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹെക്ടോ എന്ന് പറയും. 10⁻2 ഹെക്ടോ. ഇനി ഇതേപോലെ തന്നെ തിരിച്ച് ഇതിൻ്റെ നെഗറ്റീവ് സൈനുകളും നോക്കാം. നെഗറ്റീവ് സൈനിലേക്ക് വരുമ്പോൾ 10⁻2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റി, 10⁻3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്ലി, 10⁻6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ, 10⁻9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനോ, 10⁻12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈക്കോ, റൈറ്റ്? ഈ ഒരു ടേബിൾ അല്ലെങ്കിൽ ഈ ഒരു 10 വാല്യൂ, അറ്റ്ലീസ്റ്റ് ഈ ഒരു 10 വാല്യൂ എങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ ഓർത്തിരിക്കണം. കാരണം ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ചില ക്വാണ്ടിറ്റീസ് നമുക്ക് തരുന്നത് മൈക്രോയിലായിരിക്കും. പക്ഷേ നമ്മൾ എപ്പോഴും പ്രോബ്ലം ചെയ്യേണ്ടത് മൈക്രോയിലാവരുത്. നമ്മൾ എപ്പോഴും പ്രോബ്ലം ചെയ്യേണ്ടത് SI സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നിട്ടാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഈ മൾട്ടിപ്ലയറിൻ്റെ അപ്ലിക്കേഷൻ എവിടെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരുന്ന വാല്യൂസ് SI സിസ്റ്റത്തിലല്ല എങ്കിൽ, സപ്പോസ് നിങ്ങൾക്ക് തരുന്ന വാല്യൂ സെൻറ്റിമീറ്ററിലാണെങ്കിൽ നമ്മൾ SI സിസ്റ്റത്തിൽ ചെയ്യേണ്ടത് മീറ്ററിലേക്ക് മാറ്റിയിട്ടാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മൾട്ടിപ്ലയർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ മെഗാ ഓം ഒക്കെ ഒന്ന് പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ നാനോമീറ്റർ, എത്ര തരത്തിലൊക്കെ വാല്യൂസ് തരികയാണെങ്കിൽ അതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ക്ലിയർ? അത്രയും ആ ഒരു കൺവേർഷൻ പ്രൊസീജിയർ നമുക്ക് അറിഞ്ഞിരിക്കണം. ആ കൺവേർഷൻ പ്രൊസീജിയർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ചില കൺവേർഷൻസ് ഉണ്ട്. ലെങ്ത്തിൻ്റെ കൺവേർഷൻ നമ്മൾ പറയുകയാണെങ്കിൽ 1 ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 25.44 mm ആണ്. 2.5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 25.44 mm ആണ് 1 ഇഞ്ച് എന്ന് പറയുന്നത്. ഇനി 1 കിലോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് പറയുന്ന മറ്റൊരു യൂണിറ്റാണ് LBS. അതിൻ്റെ കൺവേർഷനാണ് 2.205 LBS ആണ് 1 കിലോഗ്രാം എന്ന് പറയുന്നത്. ഇനി നമ്മളെപ്പോഴും വലിയൊരു വെയിറ്റ് പറയുന്നതാണ് ടൺ, 1 മെട്രിക് ടൺ. 1 മെട്രിക് ടൺ എന്ന് പറയുന്നത് 0.98 ടൺ ആണ്. 0.98 ടൺ ആണ് 1 മെട്രിക് ടൺ എന്ന് പറയുന്നത്. പിന്നെ ഇത് നിങ്ങൾക്ക് ഏകദേശം അറിയാണ്ടാവും, 1 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മൈലാണെന്നുള്ളത്. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 0.621 മൈൽസ് ആണ്. ക്ലിയർ? ഇത് കുറച്ച് കൺവേർഷൻസ് ആയിട്ടുള്ള ടേമുകളാണ്. ഇതും ഇത്തരം കാര്യങ്ങളും നമ്മൾ നോക്കി വെക്കണം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺവേർഷൻസ്. ക്ലിയർ? ഒരു ഇമ്പോർട്ടൻ്റ് കൺവേർഷൻ, അതായത് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കിലോമീറ്ററായി ഇതായി 1 പൗണ്ട്. 1 പൗണ്ട് പറയണം. 1 പൗണ്ട് എന്ന് പറയുന്നത് എത്ര ഗ്രാമാണ്? 453.6 ഗ്രാമാണ് 1 പൗണ്ട് എന്ന് പറയുന്നത്. 453.6 ഗ്രാമാണ് 1 പൗണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ?
അപ്പോൾ ഈ ഒരു കൺവേർഷൻസും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില വാല്യൂസ് ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് പോകുന്ന സമയത്തുള്ള കൺവേർഷൻ നമ്പേഴ്സ് ഏകദേശം നിങ്ങൾക്ക് ഓർമ്മ വേണം. പിന്നെ ചില സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒന്ന് ഏക്കർ, 1 ഏക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സെൻറ്റാണ്. 1 ഏക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സെൻറ്റാണ്. 1 സെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്നുള്ളത്. 1 സെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 436 സ്ക്വയർ ഫീറ്റ് ആണ് 1 സെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? 1 സെൻറ്റ് എന്ന് പറയുന്നത് 436 സ്ക്വയർ ഫീറ്റ് ആണ്. ഇനി ടൈമുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ ടൈമിന് യൂണിറ്റ് ഒരു സെക്കൻഡാണ്. 60 സെക്കൻഡാണ് നമുക്ക് 1 മിനിറ്റ് എന്ന് പറയുന്നത്. 60 മിനിറ്റിനെയാണ് നമ്മൾ 1 ഹവർ എന്ന് പറയുന്നത്. ഇത് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് നമ്മൾ ടൈമൊക്കെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇനി വേറൊരു കൺവേർഷൻ യൂണിറ്റ് ഉണ്ട്. 2 രീതിയിൽ നമ്മൾ ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റും. ഒന്ന് റേഡിയൻ ആംഗിളും അതേപോലെ തന്നെ ഡിഗ്രിയും. ഡിഗ്രി എന്ന് പറയുന്നതും റേഡിയൻ എന്ന് പറയുന്നതും ഈ ഒരു നമ്മളുടെ ഇത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 2 യൂണിറ്റുകളാണ് ഡിഗ്രിയും റേഡിയനും. അപ്പോൾ ഈ ഡിഗ്രിയും റേഡിയനും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. ഒരു റേഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി ബൈ പൈ. അത് സിമ്പിളായിട്ട് നമുക്ക് ഓർത്തിരിക്കണമെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി എന്ന് പറയുന്നത് പൈ റേഡിയൻ ആണ് എന്ന് തിരിച്ച് ഓർത്താൽ മതി. 180 ഡിഗ്രി എന്ന് പറയുന്നത് പൈ ഡിഗ്രിയാണ്. അല്ലെങ്കിൽ 360 ഡിഗ്രി എന്ന് പറയുന്നത് 2 പൈ റേഡിയൻ ആണ് എന്ന് ഓർത്തിരിക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പലപ്പോഴും കൺവേർഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ കൺവേർഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ? അപ്പോൾ ഈ ഒരു ആംഗിളിൻ്റെ കാര്യം ഓർത്തിരിക്കുക. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സാധനമാണ്, നമ്മൾ നേരത്തെ ടെമ്പറേച്ചറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ്, അതേപോലെ തന്നെ കെൽവിൻ. ഇത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 സ്കെയിലുകളുണ്ട്. ഡിഗ്രി സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, അതേപോലെ തന്നെ കെൽവിൻ സ്കെയിൽ. അപ്പോൾ ഈ 3 സ്കെയിലിൽ കിട്ടുന്ന റീഡിങ്ങുകൾ നമുക്ക് ഏതെങ്കിലും ഒരു സ്കെയിൽ കിട്ടിയ റീഡിങ്ങിനെ മറ്റൊരു സ്കെയിലിലേക്ക് മാറ്റാൻ പറ്റും. അതായത് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എത്ര കെൽവിനാണ്, ഇത്ര ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് എത്ര കെൽവിനാണ്, അല്ലെങ്കിൽ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്, അത്തരത്തിലുള്ള കാര്യം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനൊരു കൺവേർഷൻ ഇക്വേഷൻസ് ഉണ്ട്, ടെമ്പറേച്ചർ കൺവേർഷൻസ്. അതായത് നമ്മൾ പറയാം 0 ഡിഗ്രി സെൽഷ്യസ് ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു കെൽവിൻ മൈനസ് 273 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു ഡിഗ്രി ഫാരൻഹീറ്റ് മൈനസ് 32 ഡിവൈഡഡ് ബൈ 180. ക്ലിയർ? ഇതാണ് ആ കൺവേർഷൻ ഇക്വേഷൻ. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു വാല്യൂ ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കാം. ഇപ്പോൾ നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസ് എത്ര കെൽവിൻ ആണെന്നാണ് നമ്മളോട് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോർഷൻ എടുക്കുക, ഈ ഒരു ഇക്വേഷൻ്റെ ഈ ഒരു പോർഷൻ എടുക്കുക. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു കെ മൈനസ് 273 ഡിവൈഡ് ബൈ 100. 100 ബൈ 100 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ കെ എന്ന് പറയുന്നത് 100 ഇപ്പുറം വരും, 273 അപ്പുറം പോയി കഴിഞ്ഞാൽ ഇത് 100 ആയി. 100 ഈക്വൽ ടു കെ മൈനസ് 273. സോ കെ ഈസ് ഈക്വൽ ടു 273 പ്ലസ് 100, ദാറ്റ്സ് ഈക്വൽ ടു 373 കെൽവിൻ. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 373 കെൽവിൻ ആണ്. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾ 273 കെൽവിൻ എന്ന് പറയുന്നത് എത്ര ഫാരൻഹീറ്റ് ആണെന്ന് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ 273 മൈനസ് 273 ഡിവൈഡ് ബൈ 100, അതായത് ഈ ഒരു പോർഷൻ എടുക്കുക, ഈക്വൽ ടു ഡിഗ്രി ഫാരൻഹീറ്റ് മൈനസ് 32 ഡിവൈഡഡ് ബൈ 180. ഞാനിത് 373 എടുക്കുന്നു. 373 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണെന്ന് വിചാരിക്കാം. നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. 0 വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ 373 മൈനസ് 273 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ബൈ 100 ഇസ് ഈക്വൽ ടു ഡിഗ്രി ഫാരൻഹീറ്റ് മൈനസ് 32 ഡിവൈഡ് ബൈ 180. ഇതിന് 3 ഇക്വേഷൻസ് നിങ്ങളുടെ കയ്യിൽ ഒരു പക്ഷേ നിങ്ങളുടെ പല ടെക്സ്റ്റ് ബുക്കുകളും നിങ്ങൾ കണ്ടേക്കാം. ആ 3 ഇക്വേഷനും കൂടെ ഒറ്റ ഇക്വേഷനായിട്ട് പഠിച്ചു വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 ഇക്വേഷൻ പഠിക്കേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാലുള്ള മെച്ചം അതാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് 180, ദെൻ ഇത് 1 വരും. ഡിഗ്രി ഫാരൻഹീറ്റ് മൈനസ് 32 ഇസ് ഈക്വൽ ടു 180. ഡിഗ്രി ഫാരൻഹീറ്റ് ഇസ് ഈക്വൽ ടു 180 പ്ലസ് 32, ദാറ്റ് മീൻസ് 212 ഡിഗ്രി ഫാരൻഹീറ്റ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടെമ്പറേച്ചറിനെ ഒരു ഡിഗ്രിയിൽ നിന്ന് ഒരു യൂണിറ്റിൽ നിന്നും വേറെ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ക്ലിയർ? ഇതേപോലെ തന്നെ ഒരുപാട് കൺവേർഷൻസ് ഉണ്ട്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇത്ര ഡൈനാണ്, ഇത്ര എർഗ്, അങ്ങനത്തുള്ള കൺവേർഷൻസ് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓർത്തിരിക്കണം. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കണം. ക്ലിയർ? അപ്പോൾ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. വേറെ മറ്റു കാര്യങ്ങൾ നമ്മൾ ഓരോ വാല്യൂസും ഇങ്ങനെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും. അതേപോലെ തന്നെ നമുക്കത് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുകയുള്ളൂ അറ്റ് എ ടൈം. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം വളരെ കുറച്ച് കാര്യങ്ങൾ, ഒരു ദിവസം നമ്മൾ 2-3 കൺവേർഷൻസ് മാത്രം പഠിച്ചു വെക്കുക. എന്നിട്ട് അടുത്ത ദിവസം വേറെ കൺവേർഷൻ പഠിക്കുക. അതിങ്ങനെ റിവൈസ് ചെയ്ത് കൊണ്ടുപോകുക. അങ്ങനെ മാത്രമേ നമുക്ക് ഈ കൺവേർഷൻ ടേബിളുകൾ അല്ലെങ്കിൽ കൺവേർഷൻ വാല്യൂസ്, കൺവേർഷൻ ഇക്വേഷൻസ് ഒക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെല്ലാം കൂടെ മിക്സായി പോവുകയും കൺഫ്യൂഷനായി പോവുകയും ചെയ്യും. സോ ആ രീതിയിൽ നിങ്ങളൊരു പ്രിപ്പറേഷൻ ചെയ്യുക. ഓക്കെ, എനിവേ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.